ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ ശനിയാഴ്ച. ഇന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമായി ഒരു വാക്യം ഞാൻ വായിക്കാം. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. കർത്താവിൻ്റെ അടുക്കൽ ഒരു ശാസ്ത്രി വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ഈ മറുപടിയിലുള്ള സംവാദത്തിൽ നിന്ന് ഉരിഞ്ഞു വന്നതായ ഒരു വാക്യമാണിത്. അവൻ കർത്താവിനോട് ചോദിച്ചു, എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതാണെന്ന്. കർത്താവ് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. ഈ കാര്യം ശാസ്ത്രി അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുരു, നീ പറഞ്ഞതാണ് ശരി. ഏതു ഹോമയാഗങ്ങളെക്കാളും പ്രസക്തമേറിയ 2 കൽപ്പനകളാണത്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. 2, അപരനെ സ്നേഹിക്കുക. ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കണം. ആദ്യം നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. അത് പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ. രണ്ടാമത്തേത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കർത്താവ് ഈ കൽപ്പനകളെല്ലാം തന്നെ ഒരു കൽപ്പനയിലാക്കി കർത്താവിന് കൊടുക്കുന്നുണ്ട്, ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവിടെ ദൈവിക സ്നേഹം ഉൾപ്പെടുന്നു. ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹിക്കാം, നിർവ്യാജമായി സ്നേഹിക്കാം, നിഷ്കളങ്കമായി സ്നേഹിക്കാം, ദൈവത്തെ സ്നേഹിക്കാം, അപരനെ സ്നേഹിക്കാം. അതിലൂടെ ദൈവീക കൽപ്പന അനുസരിക്കാം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മോട് പറയും, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല. അതിനർത്ഥം നീ ദൈവരാജ്യത്തിലാണ് എന്നാണ്. നമ്മൾ ദൈവരാജ്യത്തിലായി തീരുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം ബഹുമാനിക്കുവാൻ, പരസ്പരം ആദരിക്കുവാൻ, അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീരുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ എന്നാളും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമേൻ.